ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാത്തിന്റെ അവസാന കാലം അടുത്തിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുകയാണ്. അപ്പോൾ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ, അല്ലെ? യേശു എങ്ങനെയായിരുന്നു അതുപോലുള്ള വ്യക്തികൾ. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടോ എന്നുള്ളതാണ് പിതാവ് നോക്കുന്നത്, അല്ലെ? നമ്മൾ യേശുവിന് വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന വ്യക്തികളാണോ എന്നാണ് പിതാവ് നോക്കുന്നത്. നമ്മുടെ ഉള്ളിൽ യേശു ഇല്ല എങ്കിൽ, നമ്മുടെ സ്വഭാവം യേശുവിന്റെ പോലെ അല്ല എങ്കിൽ, നമ്മുടെ മനസ്സ് യേശുവിന്റെ പോലെ അല്ല എങ്കിൽ, ഒരുപക്ഷെ എന്നല്ല, ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം ദൈവത്തിന് ഒരൊറ്റ ഇത് കൺസെപ്റ്റാണ്, എന്താ പറയുക, തീരുമാനമാണ്. കൺസെപ്റ്റിലെ തീരുമാനമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ പുത്രനെ പോലെ ആയിരിക്കണം ചർച്ച് എന്നുള്ളത്. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തിന്റെ തീരുമാനത്തിൽ ദൈവം ഒരിക്കൽ പോലും എന്താ പറയുക, മാറത്തില്ല, അല്ലെ? അപ്പോ ദൈവം നമ്മോട് പറയുന്നത് എന്താ വെച്ചാൽ, പുത്രനെ പോലെ ആയിരിക്കും, അല്ലെ? സമയം കണ്ടെത്തുക, ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കുന്നതിന് വേണ്ടി, അല്ലെ? യേശുക്രിസ്തു എങ്ങനെ എത്രമാത്രം തിരക്കുള്ള ജീവിതമാണെങ്കിൽ പോലും പിതാവിന്റെ ഒപ്പമായിരിക്കാൻ എത്രമാത്രം ആഗ്രഹിച്ചു, എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ജീവൻ തന്നെ ഒരു പ്രാർത്ഥനയാണ്. യേശുവിന്റെ ജീവൻ തന്നെ ഒരു വർഷിപ്പായിരുന്നു, പിതാവിനോട് വർഷിപ്പായിരുന്നു. അപ്പൊ അതുപോലുള്ള ജീവിതം, അതിനെപ്പറ്റി നമ്മളെപ്പറ്റി, അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി ദൈവവും നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹിതവും അത് തന്നെയാണ്, അല്ലെ? സുബോധമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞ, പ്രാർത്ഥനയ്ക്കായിട്ട് സുബോധമുള്ളവരായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കുക. സുബോധമില്ലാത്തവരാണെങ്കിൽ, ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിൽ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ, അവർക്ക് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സുബോധമില്ലാത്ത വ്യക്തികളാണ്, അല്ലെ? നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല ബോധമായിട്ട് നടക്കുന്ന വ്യക്തികൾ, പക്ഷെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുബോധമില്ലാതെ നമുക്ക് തോന്നി നടക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ ഉള്ളവരെ പറ്റിയാ ദൈവം പറഞ്ഞ, സുബോധമുള്ളവര് ഉള്ള വ്യക്തികളായിരിക്കും, പ്രാർത്ഥനയിൽ അല്ല മുഴുകുന്ന വ്യക്തികളായിരിക്കും, ജീവൻ തന്നെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ, പങ്കുവന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായിട്ട്, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട്, കർത്താവ് ലോർഡ് ഫാദർ, ഞങ്ങളെ മനസ്സിലാക്കുന്നതിനായിട്ട്, ഞങ്ങളെ അങ്ങയുടെ വഴി കൂടെ നടത്തുന്നതിനായിട്ട് എല്ലാത്തിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. സുബോധമുള്ള വ്യക്തികളായിരിക്കട്ടെ, പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവ്, ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിട്ട്, ജീവിതം തന്നെ ഒരു വർഷിപ്പായിട്ട്, കർത്താവ് ലോർഡ് ഫാദർ, പ്രേസ് ആയിട്ട്, വർഷിപ്പായിട്ട് തീരട്ടെ കർത്താവ് ഞങ്ങളുടെ ജീവിതം. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളെ ഒന്ന് ഫില്ല് ചെയ്യുന്ന അപേക്ഷിക്കുന്നു, സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ഒന്നാമത്തെ പത്രോസിലേക്ക് പോകും. നാലാമത്തെ ചാപ്റ്ററിന്റെ 7ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എന്നാൽ എല്ലാറ്റിനെയും അവസാനം സമീപിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെ? നമുക്ക് അറിയുകയും ചെയ്യാം, പക്ഷേ മൈൻഡും ചെയ്യാത്തൊരു കാര്യമാണ്. നിത്യതയെ പറ്റിയുള്ള ഒരു ശുഷ്കാന്തി നമ്മളിൽ എത്ര പേർക്കുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞു. പക്ഷെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ വരവ് കള്ളൻ പോലെ ആയിരിക്കുന്നത്, അത് കള്ളന്റെ വരവ് പോലെ ആയിരിക്കുന്നത്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കരുത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ലതായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും ഏത് നിമിഷവും. ഇപ്പൊ യേശുവിന്റെ വരവിനൊക്കെ മുമ്പേ തന്നെ നമ്മളെ ദൈവം തിരിച്ചു വിളിക്കുവാണെങ്കിൽ പോകാനായിട്ട് തയ്യാറായിരിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെ? അപ്പൊ എല്ലാത്തിന്റെ അവസാനം വന്നിരിക്കുന്നു. അപ്പൊ എല്ലാത്തിന്റെ അവസാനം വന്നിരിക്കുന്ന പത്രോസ് പറയുമ്പോൾ, പത്രോസ് പറയുന്നത് AD 62 തൊട്ട് 64 വരെയുള്ള സമയത്ത് എപ്പോഴാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്, പത്രോസ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയും കഴിഞ്ഞു പോകുന്നു, 2000 വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കും. അപ്പൊ അന്ന് പീറ്റർ പറയുന്ന എല്ലാത്തിന്റെ അവസാനം അടുത്തിരിക്കുന്നു പറയുമ്പോൾ, ഇപ്പൊ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ എത്രമാത്രം പ്രിപ്പയർഡ് ആയിരിക്കും, എത്രമാത്രം ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മൾ എന്ന് വിചാരിച്ചു നോക്കുക, അല്ലെ? അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബദ്ധരുമായിരിപ്പൻ. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ള വ്യക്തികളായിരിക്കുക, അല്ലെ? സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ളവര്. ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ആംപ്ലിഫൈഡ് വെർഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള വ്യക്തികൾ ആയിരിക്കുക. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സോബർ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കുക, സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കുക എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. വേറെ ചില വെർഷനിലേക്ക് പോകുമ്പോൾ വാച്ച്ഫുൾ ആയിട്ട് ഉള്ള വ്യക്തികളായിരിക്കുക, സീരിയസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളായിരിക്കുക, പ്രാർത്ഥനയ്ക്ക് ഏർണസ്റ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് സുബോധമുള്ള വ്യക്തികൾ, സെൽഫ് കൺട്രോൾ, സൗണ്ട് മൈൻഡഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. നിർമ്മത്തരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുക, സെൽഫ് കൺട്രോൾ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞാൽ, സുബോധമില്ലാത്ത തരത്തിലുള്ള ജീവിതമാണോ
നമ്മള് നമ്മളെ പറ്റി അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പീറ്റർ വഴി ദൈവം ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്? സുബോധമുള്ളവരായിരിക്കുക, പ്രാർത്ഥനയ്ക്കായിട്ട് സുബോധമുള്ളവരായിരിക്കുക. അപ്പൊ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സുബോധമില്ലാത്ത വ്യക്തികളാണ് അല്ലെ? ഒന്ന് വിചാരിച്ചു നോക്ക്. ദൈവം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പൊ സുബോധം ഉള്ള വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ബോധപൂർവമായിട്ട്, സുബോധം എന്ന് പറഞ്ഞാൽ ബോധമുള്ള വ്യക്തികൾ അല്ലെ? ബോധം എന്തിനെ പറ്റിയാണ് ഉള്ളത്? ബോധവും ബോധ്യവും അല്ലെ? എന്തിനെ പറ്റിയാണ് ഉള്ളത്? ദൈവത്തിന് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെപ്പറ്റി. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ അതൊരു ജീവിതമാണ്, ജീവിത ശൈലിയാണ് അല്ലെ? ലൂക്കോസിലേക്ക് പോകുമ്പോൾ 11-ാമത്തെ ചാപ്റ്ററിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. തന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് എന്ന് പറയുക, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറയുക അല്ലെ? ജോണിന്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ജോൺ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ യേശു ഇങ്ങനെ അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്നത് നമ്മളിങ്ങനെ ഇരുന്ന് വാവുണ്ട് എന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് പ്രാർത്ഥന നമ്മൾ വിചാരിക്കും. പക്ഷെ ദൈവം പറയുന്നില്ല, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ 11:2 പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് അല്ലെ? നിങ്ങൾ പ്രാർത്ഥിക്കും, ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത് when you pray say എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് മുട്ടുകാലയിൽ ഇരുന്ന് പറയുന്ന, ദൈവത്തോട് പറയുന്ന കാര്യം, അത് ആ പറയുന്ന പാട്ട് മാത്രമാണ് ആകുന്നത് അല്ലെ? അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള എന്തോ കാര്യമാണ് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു യേശുവിന്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു. അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ കൂട്ടി പറയുവാണ്, യേശുവിന്റെ ജീവിതം തന്നെ ഒരു വർഷിപ്പായിരുന്നു ദൈവത്തിനോട് അല്ലെ? ദൈവം പറയുന്നത് മാത്രമേ ഉള്ളൂ യേശു സംസാരിക്കൂ, ദൈവം ചെയ്യാൻ പറയുന്നത് മാത്രമേ യേശു ചെയ്യത്തുള്ളൂ. രാത്രി മൊത്തം പിതാവിന്റെ ഒപ്പം ഇരിക്കുന്നത്. അപ്പൊ അത് മൊത്തം യേശുവിന്റെ ജീവിതം മൊത്തം എടുത്ത് നോക്കുമ്പോൾ ദൈവമായിട്ട് ഇങ്ങനെ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് കൂട്ടി യോജിച്ച അല്ലെ ഇരിക്കുന്ന ഒരു ജീവിതമാണ്. ദൈവത്തിൽ നിന്നൊരു സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ജീവിതം യേശുക്രിസ്തുവിന് ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെയും പറ്റി അങ്ങനെ ഒരു കാര്യം ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പിതാവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക ചെല്ലേണ്ടത്, സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ദൈവത്തെ പ്രേസ് ചെയ്യുക, അതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിക്കാൻ പഠിപ്പിക്കുവായിരുന്നു അല്ലെ? സ്വർഗസ്ഥനായ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണ്, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോ എന്താ പറയുക, ഹലോഡ് ബി യുവർ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്, അങ്ങയുടെ നാമം പ്രേസ് ചെയ്യപ്പെടട്ടെ. ആദ്യം തന്നെ നമ്മുടെ ജീവൻ തന്നെ ഒരു പ്രേസ് ആയിരിക്കണം, വർഷിപ്പ് ആയിരിക്കണം എന്ന് പറയുക. പിന്നെ ഇവിടെ നിന്റെ അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ ഹിതം ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിരപ്പെടുത്തി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ ശേഷം ഞങ്ങളെ പരീക്ഷ അകപ്പെടുത്തില്ല. അപ്പൊ ഇതെല്ലാം പറയുന്നത് വെറുതെ ഒരു പ്രാർത്ഥന വാവുകൊണ്ട് പറയുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ദൈവത്തെ സ്തുതിക്കാന്ന് പറയുന്നത്, പിന്നെ പറയുന്നത് എന്താ, അത് സ്വർഗത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ആഹാരം തരുമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കണം അല്ലെ? നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിരിക്കുകയാണ് അല്ലെ? മറ്റുള്ളവർ ക്ഷമിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പരീക്ഷകളിലേക്ക്, ടെംപ്ടേഷനിലേക്ക് ഒന്നും പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവമേ ഹെൽപ്പ് ചെയ്യണം അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാര്യത്തിലും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള, ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, ദൈവത്തിന്റെ കിങ്ഡം ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന, ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, എല്ലാ കാര്യത്തിലും ഭക്ഷണത്തിനും എന്താ പറയുക പാർപ്പിടത്തിനും വസ്ത്രത്തിനും ഡിപ്പെൻഡ് ചെയ്ത് ഒരു ജീവിത ശൈലിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് അങ്ങനെ ഒരു ജീവിതശൈലി നയിക്കണമെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സുബോധമുള്ള വ്യക്തികളായിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഈ പത്രോസിൽ തന്നെ ഒന്നാമത്തെ പത്രോസിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1ഉം 2ഉം ഒക്കെ വായിക്കുമെടുത്ത് വായിക്കാൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ ആ പാവം തന്നെ ആയുധമായി ധരിപ്പൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മുഖങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചിരിക്കുക, ജഡത്തില് മരിച്ചിരിക്കുക അല്ലെ? നമ്മുടെ പാവത്തിന് വേണ്ടി
അല്ലെ ഇനി ജീവിക്കാൻ ദൈവത്തിനായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നത് അല്ലെ റോമക്കത്ത് ലേഖനത്തില്. അപ്പൊ അങ്ങനെയാകുമ്പോ 6ാമത്തെ ചാപ്റ്ററിലും ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക, ക്രിസ്തു ദൈവത്തിന് വേണ്ടി ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. നമ്മളും ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോ ബാപ്റ്റിസം എടുക്കുന്ന വ്യക്തികള് അവന്റെ മരണത്തിലേക്കാണ് ബാപ്റ്റിസം എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. പുതിയ ജീവിതം നമുക്കുള്ള അപ്പൊ ഈ ദൈവത്തിനായിട്ട് ജീവിക്കുന്ന ജീവിതമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ എന്താ സ്വഭാവമൊക്കെ പോയി. 3ാമത്തെ വാക്കോടെ പറയുക, കാമാർത്ഥികളും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു ജീവൻ നമുക്കുണ്ടായിരുന്നു. കാമാർത്ഥിയിലും മോഹങ്ങളിലും വീഞ്ഞു കുടിക്കുന്നതിലും വെറിക്കൂത്തിലും എല്ലാം മദ്യപാനത്തിലും എല്ലാം നടന്ന ഒരു കാലം അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള ജീവിതം ജീവിച്ചു കാണിച്ചു. പക്ഷെ അസൂയയും കുന്നായ്മയും കുശുമ്പും മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പോ കണ്ണിക്കഴി അങ്ങനത്തെ സകല കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ. അങ്ങനത്തെ ഒരു ജീവിതമാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇപ്പോഴും പലരും ഇപ്പോഴും മിക്കവാറും തന്നെ അങ്ങനെയൊക്കെ തന്നെ എല്ലാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ ദൈവം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ വിട്ടുകളായി എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പോകട്ടെ അല്ലെ. എന്താ പറഞ്ഞ അത് ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ അത് ഉണ്ടാകരുത്. പഴയ ജീവിത ശൈലി, പഴയ ആ മനുഷ്യൻ, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെ സ്വഭാവം, നമ്മുടെ പഴയ നേച്ചർ നിങ്ങൾ ജീവിക്കരുത്. അപ്പൊ ദൈവം അവിടെ ജീവിക്കരുത് പറയുന്നോണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പഴയ ജീവിത രീതി വെച്ചുകൊണ്ട് പഴയ സ്വഭാവത്തിൽ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കും. നമ്മുടെ മനസ്സിന്റെ അതോടെ അസൂയയും കുന്നായ്മയും ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇട്ടത് ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങള്, സൈറ്റിന്റെ ഇടുന്ന കാര്യങ്ങൾ, അത് വേറെ ഡിപ്രഷനും ഒപ്രഷനും അല്ലെ, എന്താ പറയാ ആങ്സൈറ്റിയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് എവിടെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടും? പ്രാർത്ഥന ആകപ്പാടെ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ദൈവമേ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്റെ ജോലി സ്ഥലത്ത് കുറച്ച് പ്രശ്നമുണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിച്ച് തന്നെ എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് കുറച്ച് നല്ലൊരു എന്താ പറയുക കുറച്ചുകൂടെ നല്ലൊരു വീട്, അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ എന്റെ അയൽവക്കത്തുള്ള അവർക്ക് ഒരു 8ന്റെ പണി കൊടുക്കണം, അങ്ങനെയുള്ള തരത്തിലുള്ള പ്രയറിലേക്ക് നമ്മൾ ആയിപ്പോകും അല്ലെ. അങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തിൻ്റെതായിട്ടുള്ള പ്രയർ അല്ലെ, ജഡത്തിൻ്റെതായിട്ടുള്ള പ്രയറിലേക്ക് നമ്മൾ ആയിപ്പോകും, ജഡത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് ദൈവം പറഞ്ഞ് ആ ജഡത്തിന്റെ സ്വഭാവം നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് ഈ ലോകത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്, ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യം അത് കണ്ണ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ കൊരിന്ത്യരിലേക്ക് പോകുമ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ 9ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും എന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതം അല്ലെ, നമ്മൾക്ക് എന്താണ് ദൈവം വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ യേശുവിന്റെ ഒപ്പമുള്ള ജീവിതം, അത് ഗ്ലോറി നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഗ്ലോറി എല്ലാം നമുക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് അത് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. നമ്മൾക്ക് ദൈവത്തിന്റെ രീതിയിലുള്ള ജീവിതം, അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ് എന്താ പറയുക വെളിപ്പെടുത്തി തരുന്നത്. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. മനുഷ്യനിലുള്ളത് അവന്റെ ആത്മാവ് മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ അറിയുന്നു. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ല ആരും ഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള കാര്യം, ഹൃദയത്തെ പരിശോധിക്കുന്ന, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡാണ്. അപ്പൊ യേശു അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, ഹോളി സ്പിരിറ്റ് ഗോഡ് റിവീൽ ചെയ്ത് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡാണ് ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി, അത് ദൈവത്തിന്റെ സ്പിരിറ്റ് തന്നെയാണ്, പിതാവിന്റെ പുത്രന്റെ സ്പിരിറ്റാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ നമുക്ക് റിവീൽ ചെയ്ത് തരുകയും ചെയ്ത് ദൈവത്തിന്റെ ഹൃദയം നമുക്ക് റിവീൽ ചെയ്ത് തരുന്നു. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ നടക്കണം, നമ്മൾ എങ്ങനത്തെ തരത്തിലുള്ള ജീവിതമായിരിക്കണം എന്നുള്ള കാര്യമെല്ലാം വെളിപ്പെടുത്തി തരുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ്. അപ്പൊ താഴേക്ക് വാക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്താ പ്രാകൃത മനുഷ്യന് ഇതൊന്നും മനസ്സിലാത്ത 14ാമത്തെ വാക്ക്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. ആത്മീയമായ വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. അപ്പൊ ആത്മീയൻ എന്ന് പറയും. അപ്പൊ പ്രാകൃത മനുഷ്യന് ദൈവം എന്താ പറയുന്നത്,
ഒരു വെളിവായി കൊടുക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് വെളിവായി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയും പറയാം. നമ്മുടെ പഴയ സ്വഭാവം അല്ലെ, അങ്ങനെയുള്ളതിനെ പറ്റിയും പറയല്ലോ. അപ്പൊ അത് മനസ്സിലാകത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ വഴികൾ മനസ്സിലാകത്തില്ല. നമ്മുടെ ജഡത്തിന് സ്വഭാവത്തിനും മനസ്സിലാകത്തില്ല. ഈ ലോകത്തിലുള്ള ആൾക്കാർക്കും ലോകത്തിന് പരമായി ജീവിക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ആത്മീയൻ എന്ന് പറയുമ്പം ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ഹൃദയം മനസ്സ് എന്ന് പറയുമ്പോൾ അത് ജീവിതമാണ്, സമാധാനമാണെന്നാണ് എഴുതിയിരിക്കുന്നത് 8ാമത്തെ ചാപ്റ്റർ റോമർക്ക് ലേഖനത്തിൽ അല്ലെ. അപ്പൊ പക്ഷെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നയിക്കപ്പെടുന്ന ഒരു മനസ്സ് അത് മരണമാണ്. അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തിൽ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവത്തില്ല. ദൈവം പറഞ്ഞൊന്നും മനസ്സിലാവത്തില്ല അല്ലെ. പക്ഷെ ആത്മീയനായിരിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ആത്മീയരെ പറ്റി പറയുവാണ്, കർത്താവിൻ മനസ്സോ അറിഞ്ഞ് അവരെ ഗ്രഹിപ്പിക്കാവുന്നവർ ആര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആവുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവർ അല്ലെ, അവർക്ക് എന്താ പറയണ ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന മനസ്സിലാകും അല്ലെ, റിവീൽ ചെയ്ത് തരുന്ന മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. അപ്പൊ അതിനാണല്ലോ 1 പത്രോസ് 4ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മനസ്സ് ക്രിസ്തുവിലുള്ള മനസ്സ് അല്ലെ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജഡത്തിന്റെ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളല്ല, ആത്മീയമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ആ ക്രിസ്തുവിന്റെ മനസ്സിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴുള്ള, ക്രിസ്തുവിന്റെ മനസ്സുണ്ടായിട്ട് നമ്മള് അതനുസരിച്ച് നമ്മള് ആ ക്രിസ്തുവിന്റെ മനസ്സനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് പിതാവ് എന്താണ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നതിനെ പറ്റി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അങ്ങനെയുള്ള പ്രേയർ നമുക്ക് പ്രാർത്ഥിക്കാനും സാധിക്കുന്നത്. നമ്മുടെ ജഡത്തിന്റെ പരമായിട്ടുള്ള മനസ്സാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മൊത്തം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എല്ലാം ജഡത്തിന്റെ പരമായിട്ടുള്ള ജീവിതമായിരിക്കും. പക്ഷെ ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിന് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് അതുപോലത്തെ പ്രാർത്ഥനയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ മനസ്സിലേക്ക് എന്താ പറയുക, പിതാവിന് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള പ്രാർത്ഥന നമ്മളുടെ ഉള്ളിലേക്ക് ഇട്ട് തരികയും നമ്മൾ അത് പ്രാർത്ഥിക്കാൻ സാധിക്കുകയും, അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ ഈ ലോകത്തിൽ നടക്കുകയും ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും അല്ലെ. ക്രിസ്തുവിന്റെ മനസ്സ് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സ് പോലുള്ള മനസ്സ് അല്ലെ. ക്രിസ്തു എത്രമാത്രം അറ്റാച്ച്ഡ് ആണോ പിതാവുമായിട്ട് അതുപോലെ അല്ലെ. അങ്ങനെ ഒരു മനസ്സ് ക്രിസ്തു എന്താണ് ചെയ്തിരുന്നത് അല്ലെ, ക്രിസ്തുവിന്റെ വിജ്ഞാനവും വിസ്റ്റവും ബുദ്ധിയും അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു മനസ്സ് അല്ലെ. യേശു ഓരോ കാര്യത്തെ കാണുന്നത് പോലെ, ഓരോ കാര്യത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് അതുപോലെ എല്ലാം ഉള്ളൊരു മനസ്സ്, നമുക്കുള്ളൊരു മനസ്സ് അല്ലെ, നമ്മളുടെ മനസ്സ്. അപ്പൊ അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. യേശുവിലായിരിക്കുന്ന വ്യക്തി, യേശുവിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞു. അല്ലാതെ വെറുതെ ഇവിടെ ഒരു കാലം വെച്ച് അടുത്ത കാലം വേറെ വളത്തിലും വെച്ച് ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക സുബോധമുള്ളവരായിരിക്കും അല്ലെ. പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് 4:7 ദൈവം പറയുമ്പോൾ സുബോധമുള്ളവര് നിർബന്ധരുമായിരിപ്പിൻ എന്ന് പറയുമ്പോൾ സുബോധം വരുന്നത് ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുള്ളപ്പോഴാണ് അല്ലെ. എന്താണ് ദൈവത്തിന് ആവശ്യം നമ്മളെ കൊണ്ട്, എന്ത് തരത്തിലുള്ള പ്രാർത്ഥനയാണ്, എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെ, ഏത് തരത്തിലുള്ള ജീവിതമാണ് നമ്മൾ ജീവിക്കുക. ജീവിതം ഒരു പ്രാർത്ഥനയാണെന്ന് നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ദൈവം മനസ്സിലാക്കി തരുന്നത് നമ്മളെ ജീവിതം, നമ്മുടെ മനസ്സിലെ കംപ്ലീറ്റ് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൺട്രോളിലായിരിക്കുമ്പോൾ അല്ലെ. അങ്ങനെയാണല്ലോ നമ്മൾ റോമക്കത്തിലേക്ക് 12ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മനസ്സ് പുതുക്കിക്കൊണ്ട് നമ്മൾ രൂപാന്തരം പ്രാപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മനസ്സ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം ഓരോ ദിവസവും. ഈ ലോകത്തിന്റെ കാര്യത്തിലേക്ക് കൺഫേംഡ് ആകാതെ അല്ലെ, ലോകത്തിന്റെ കാര്യത്തിലേക്ക് കൺഫേംഡ് ആകാതെ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് കൺഫേംഡ് ആകാതെ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അറിയണമെങ്കിൽ അല്ലെ, അതിനനുസരിച്ച് അക്സെപ്റ്റബിൾ ആയിട്ട് ഗുഡ് ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അറിയണമെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന് സ്വീകാര്യമായിട്ട് ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹിതമനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കണം. മനസ്സ് നമ്മൾ പുതുക്കുമ്പോൾ, വചനം അനുസരിച്ച് പുതുക്കുമ്പോൾ അല്ലെ, വചനത്തിൽ ബേസ്ഡ് ആയിട്ട് പുതുക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് റിവീൽ ചെയ്തുകൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ഹൃദയം നമുക്ക് റിവീൽ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും, നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ഞാൻ ഇതാണല്ലോ പ്രാർത്ഥിക്കുന്നത്, ഇതാണല്ലോ ദൈവത്തിന്റെ ഇഷ്ടം, ഇങ്ങനെയാണല്ലോ ഞാൻ ജീവിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സുബോധമുള്ള പ്രാർത്ഥനയ്ക്ക്, അത് ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുക.
ജീവിക്കുക എന്നാണ് നമ്മളെപ്പറ്റി ദൈവം പറയുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് ജഡത്തിന്റെ തരത്തിലുള്ള ജീവിതവും ജഡത്തിന്റെ തരത്തിലുള്ള പ്രാർത്ഥനയായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവെ നന്ദി പിതാവ്, കർത്താവെ അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയം കംപ്ലീറ്റ്ലി അങ്ങിലായിരിക്കട്ടെ കർത്താവ്. ഫോക്കസ്ഡ് ആയിട്ടുള്ള കർത്താവ് ലോട്ട് അത് ജീവിതം അങ്ങയിലായിരിക്കുന്ന ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം കർത്താവ് ലോട്ട് അത് ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിലായിട്ട് പോകാത്ത കർത്താവെ അങ്ങയിലായിരിക്കുന്ന ജീവിതമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ ആമേൻ. അതിനായിട്ടുള്ള കൃപ തന്നെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തെ മാത്രം.